ആറ്റുനോറ്റ് നെഞ്ചോട് ചേർത്തിട്ട പെങ്കൊച്ചിന്റെ അവള് വളർന്നുവതിന് ശേഷം 18-19 വയസ്സ് കഴിയുമ്പോൾ അവിടെ നഗ്നമായ ഫോട്ടോ ഇന്റർനെറ്റിൽ കണ്ട എന്റെ മൊണ്ണ രക്ഷകർത്താവേ, നിന്റെയൊക്കെ ചങ്കിനകത്ത് എന്തോ. നമസ്കാരം, ഞാൻ MK തോമസ്. ഞാൻ കുറ്റം പറഞ്ഞല്ല, പല ആവർത്തി ഞാൻ പറഞ്ഞു തന്നു. വാർത്തകൾ കാണുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? കണ്ടില്ലേ മംഗലാപുരത്ത് നടന്നത്? ഒരു ശ്രീദേവി കോളേജ് നേഴ്സിംഗിലെ പെൺകുട്ടികൾ നേരിട്ട ദുരനുഭവം വാർത്തകളിൽ കണ്ടായിരുന്നോ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഓ, എന്റെ കൊച്ചിനല്ലല്ലോ, അല്ലെ എന്റെ മക്കൾക്കല്ലല്ലോ, ആരാണ്ടടെ പിള്ളേർക്കല്ലേ അല്ലേ? നാളെ നിങ്ങളുടെ മക്കൾക്ക് ഇത് സംഭവിക്കാം. കുശിനിയിൽ ആ ഹോസ്റ്റലിലെ ഒരു ജീവനക്കാരനാ ചെയ്ത പണി. ഇത് കണ്ടോ, അവൻ കയറിട്ടിരിക്കുക, മുകളോട്ട് കയറി ഓരോ ബാത്റൂമിന്റെ വാതിൽക്ക് ചെന്ന് മറഞ്ഞു നിന്നിട്ട് വീഡിയോ എടുക്കാൻ പെൺകുട്ടികളെ കണ്ടുപിടിച്ചു. അവര് വാർഡനോട് കംപ്ലൈന്റ് പറഞ്ഞു. വാർഡൻ അത് ചെവിക്കൊണ്ടില്ല, അവനെ വീണ്ടും ജോലിക്കെടുത്തു. അതിനുശേഷം പെൺകുട്ടികൾ ബഹളം വെച്ച് അവർ സ്വയമേ മുമ്പോട്ടിറങ്ങി പോലീസ് വന്നാണ് ആ ജോലിക്കാരൻ്റെ ആ കുശിനിക്കാരൻ്റെ കിച്ചണിൽ ജോലി ചെയ്യുന്നതിന്റെ പേര് കേസെടുത്തത്. ഇതാ അവിടെ നടന്നതിന്റെ വിഷ്വൽസ് കണ്ടോ, കണ്ട് ബോധ്യപ്പെട്. Went for posting. This is the first floor, na? Second floor. Second floor. Here only we see that. Okay. That I want. Okay. That I want. You come along with him. Okay. The second floor. Is this room number? What room number? 250. 203. 203. Yes. ಇವರು ಅವರು ಎಲ್ಲಿದ್ದಾರೆ ಕನ್ನಡದವರು? ನೀವೇ ಶ್ರೀಕಲೆ ಅಲ್ಲ നമ്മുടെ സീനിയർ അതെന്തൊരു ഇവരുമായിട്ട് അടിയാക്കുന്നു, പാടിനായിട്ടില്ല അടിയാക്കുന്നു. ഇന്നരക്കിനകത്ത് ഓടിക്കാം. അതെ, ഓളെ നോക്കിയത്. ഇത് ഓരോ കോളേജിൽ സംഭവിക്കാവുന്ന കാര്യമാണ്. നിങ്ങൾ ആദ്യം പരിശോധിച്ചായിരുന്നു? ഇല്ലല്ലോ. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു തന്നു, എടുത്തു ചാടി പോയി അഡ്മിഷൻ എടുക്കരുതേ, പാവം പെൺകുട്ടികളുടെ ജീവന്, അവിടെ മാനത്തിന് ആരെ കൊണ്ടോ ഏജന്റിനെ കൊണ്ടോ മാനേജ്മെന്റിനെ കൊണ്ടോ വേറും വിലയിടിക്കരുതെന്ന്. ഇതൊക്കെ മാനേജ്മെന്റ് ഭാഗത്തുള്ള വീഴ്ചകളാണ്. സുരക്ഷിതം ഇല്ലാത്ത ഹോസ്റ്റലുകൾ, ക്യാമ്പസുകൾ, നിരവധി അനുഭവങ്ങളാണ്. ഇനിയെങ്കിലും പഠിക്കണം നിങ്ങൾ. ഏജന്റുമാരുടെ വാക്ക് വിശ്വസിച്ച് എടുത്തു ചാടി 5000 10,000 രൂപ കുറവ് കിട്ടും, അന്നേരം അങ്ങ് പോകുക. മക്കളെ എന്ത് പീഡനം സഹിച്ചാലും നീ ആ സർട്ടിഫിക്കറ്റുമായിട്ട് ഇങ്ങ് വന്നേക്കണേ എന്ന് ഉപദേശം കൂടെ. ഈ പാവ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്തെല്ലാമാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ പണം ഉണ്ടാക്കാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നു, മീൻ പിടിക്കാൻ പോകുന്നു, തയ്ക്കുന്നു, എല്ലു മുറിയെ പണി ചെയ്ത് കോളേജുകാരും ഏജന്റുമാരും പറയുന്ന പൈസ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന് മാത്രം ഒരു വിഷയമോ ഇല്ല, ഒരു ദുഃഖവും ഇല്ല. ഇങ്ങനെ ഒരു വിഷയം വരുമ്പം കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ യുവന്മാര് ഇതുപോലെ പല പരിപാടിയും ചെയ്യും. സൂക്ഷിക്കുക, ജാഗ്രത പാലിക്കുക. താല്പര്യമുള്ളവരൊക്കെ മാത്രം സബ്സ്ക്രിപ്ഷൻ ചെയ്തോ, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻ്റൊക്കെ പറയുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.